Hey guys, welcome back to OJ. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ആദ്യമായിട്ട് പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നത് മിസ്റ്റർ കുട്ടുട്ടി. ഞാനാണെങ്കിൽ ആദ്യം എഴുന്നേറ്റ് പോകേണ്ടി വരും. അമ്മാനെ പോലെ എനിക്ക് ഉറക്കം വരുന്നു. ഈ നട്ടപ്പാതിര ഷൂട്ട് വെച്ചിട്ട് ഇവൻ വരത്തൂല്ല, ഞങ്ങൾ മടുത്ത്. ഇവൻ നന്നാകത്തില്ലേലും എല്ലാ എപ്പിസോഡും ഇവനെ ഈ കുറ്റമാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തീട്ടം. അതിന് കോംപ്ലിമെന്ററി ഉണ്ട്. എങ്ങനെയുണ്ട്? അത് വേണം വിശാഖന്റെ ആണെങ്കിൽ ഈച്ച പോലും അടുക്കുകയല്ല. കഴിഞ്ഞ തവണ ഞാൻ ഈ സാമാനം കൊണ്ടുവന്നപ്പോ നീയൊക്കെ എന്നെ കളിയാക്കി ഇതെടുത്ത് ആൾക്കാർ എറിയുന്നു, ഇത് മേടിച്ചു വെച്ചാൽ ഒരുത്തരും തുടത്തുമില്ല, ഒന്നുമില്ല. ഇതിപ്പോ ഒരു പ്രോഡക്റ്റും ഇല്ല. ഇത് വല്ല പട്ടി നോക്കിക്കൊണ്ട് പോകണ താക്കോൽ ഒളിപ്പിച്ച് വെക്കാനല്ലേ? അല്ല, ഇത് നമ്മുടെ വെൽവിന്റെ മേശപ്പുറത്ത് വെക്കാൻ ഞാൻ മേടിച്ചത്. എന്നും രാവിലെ കണ്ടൊരു ഐശ്വര്യത്തോടെ. ഇതിനും നല്ല ഷേപ്പായിരുന്നു ആമസോണിൽ, പക്ഷെ വന്നപ്പോ ഇങ്ങനെ ആയിപ്പോയി. 2 ഈച്ച ഉണ്ടായിരുന്നു, ഒരെണ്ണത്തിന് ആരും എടുത്തോണ്ട് പോയി. അത് കൊതിയൻ വിശാഖ കൊണ്ടുപോയി മറന്നില്ല. ഭയങ്കര റിയലിസ്റ്റിക് അല്ലേ? എന്തിയെ റേറ്റിംഗ്? എനിക്ക് നല്ലതായിട്ടൊന്ന് റേറ്റ് ചെയ്യണം ഈ സാധനം. ഇത് എന്നാടാ ഇത്? അതിന്റെ ഷേപ്പ് അത്ര ഭംഗിയായില്ല. അതിന് നീ ഇടുമ്പോ ഇങ്ങനല്ലേ വരാറ്? ഞാനത് ഇല്ല, അങ്ങനെയല്ല വരാറ്. ശർക്കര അത് പശയായിരുന്നു. ഇതേ ഇന്ത്യൻ ക്ലോസറ്റിൽ പോയാ യൂറോപ്യൻ ക്ലോസറ്റിൽ പോയി ഇങ്ങനെ വരും. ചുമ്മാ വെള്ളത്തിലോട്ട് പോകും. അതിന് ചുമല ഗാഡ്ജറ്റ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇതിക്കുള്ള വീട് ഈ ലോകത്തിന് ചിന്തിക്കാൻ ഇഷ്ടപ്പെട്ടിരിക്കട്ടെ. അടുത്ത വെറൈറ്റി കൊണ്ടുവരാൻ പോകുന്നത് കുട്ടോട്ടി. അയ്യോ അയ്യോ കൃഷ്ണകുമാർജി അല്ലല്ലോ കൊണ്ടുവന്നത്, പുള്ളിക്കിട്ട് കുത്ത് കിട്ടുന്നല്ലേ? ഇത് അപകടമോ? കാരണം ചില സമയത്ത് സ്റ്റക്ക് ആകുന്നുണ്ട്. നിനക്ക് എന്നാലും പ്രായം, നീ എന്നാലും ചാവാണല്ലേ? അങ്ങ് പോട്ടെന്ന് വിചാരിക്കണം. വെട്ടി ചാണോ അല്ലാതെ കണ്ട് പ്ലാസ്റ്റിക് കുത്തു കിട്ടി നാണമില്ല. അവിടെ അടിയാ. വളരെ വ്യത്യസ്തമായ പ്രോഡക്റ്റ് തന്നെ. അടിക്കാൻ പറ്റത്തില്ല. അതെ എന്റെ കഴിഞ്ഞ ഒടിഞ്ഞു പോയപ്പോ അടിക്കാൻ പറ്റും. അപ്പൊ ഇത് പക്ഷെ അത് ഒടിഞ്ഞു പോയാലും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇല്ല, ഡിറ്റാച്ചബിളാ. കിറ്റാച്ചൊക്കെ ഞാനിപ്പോ കാണിച്ചത്. ഡിറ്റാച്ചല്ലോ, ഡിറ്റാച്ചബിൾ. ഇത് മാറ്റം വേണമെങ്കിൽ കത്തി മൂർച്ച കൊട്ടണമെങ്കിൽ എവിടെയൊറിക്കുന്നത് എന്നെ കൊണ്ട് നീ വിശാഖിനെ കൊല്ലണമെന്നുണ്ട്, പക്ഷെ കൊന്നു ഞാൻ ജയിലിൽ പോകും. അപ്പം ഇല്ലില്ല, ജയിലിൽ പോകത്തില്ല. നിനക്ക് മറ്റേ സമ്മാനം തരും ഗവൺമെന്റ്. നാടിന് ലാഭമോഷം കൊടുത്തു. അതാണോ ഇവിടെ തന്തയല്ലോ? നീ കൊച്ചിന്റെ തന്തയായി നിർത്തിക്കൂടെ? ഞാൻ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ അപകടകരമായ എന്ത് സാധനം കൊണ്ടുവന്നാലും എന്നെ കെട്ടി പീഡിപ്പിച്ച് എന്റെ ചങ്കത്ത് കുത്തുന്നതില്ല. അവിടെ വേറെ തെരിപ്പുണ്ടല്ലോ. എന്റെ വയറ്റിൽ കുത്തിയ എന്റെ പൊറോട്ട മാസത്തിലൊന്ന് വരുന്നത് നീ. നിനക്ക് ഇടിയും കിട്ടുന്നില്ല, കുത്തും കിട്ടുന്നില്ല. ഞാൻ വരുന്നു, എനിക്കിട്ട് കുത്തു കിട്ടുന്നു. കൊടുക്കും അയ്യോ കൊണ്ടുവരാറുന്ന പ്രോഡക്റ്റ് പൊട്ടി. വൃത്തികെട്ടന്മാരെ, ഒരു സ്ഥലത്ത് ഇരുന്നോണം. നീ എവിടെ ഇരുന്നത്? ഞാനവിടെ ഈ മത്സരത്തിന്. അതാ നിന്റെ പ്രശ്നം. എന്റെ പ്രൊഡക്റ്റ് നശിപ്പിച്ചിരുന്നു. എനിക്കൊരു വിഷമകരമായ സങ്കടം പറയാനിട്ട്. വിഷമകരമായ സങ്കടം ഉണ്ട്. ഇവന്മാർ രണ്ടുപേര് ത്തിന്റെ ഭാഗമായിട്ട് ഞാൻ കൊണ്ടുവന്ന എന്റെ പ്രൊഡക്റ്റ് ചവിട്ടി പൊട്ടിച്ചിരിക്കും. എങ്ങനെ? ആരൊക്കെ തമ്മിലുള്ള? നീയും ഇവനും. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ വെക്കാൻ നമുക്ക് ഉപയോഗിക്കാം.
അല്ല, നീ ഇനി കാണിക്കണമെന്നില്ല. ഞങ്ങളെ റേറ്റ് ചെയ്ത്. ഞങ്ങളെ റേറ്റ് ചെയ്ത് നീ ഇനി കാണിക്കണമെന്നില്ല. ഇതൊരു ഡാൻസിങ് ബോളാണ്. ബോളും പോയി. നോക്കിയതാ. നോക്കുന്നത് എങ്ങനെയാണോടാ നോക്കുന്നത്? ഒരു സാധനം നശിപ്പിച്ചോണ്ടല്ല നോക്കുന്നത്. ഞാൻ പറയുന്നേ എടാ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ് നശിപ്പിച്ചേക്കുന്നത് നീയാ. അതെ അതെ. ആ ബാക്കിയുള്ളവരുടെ. പക്ഷെ ഇത് നല്ലതായിരുന്നു കേട്ടോ. ഇതിങ്ങനെ കണ്ണിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ണി വെച്ച കണ്ണിൽ നിന്ന് കുരു വെളി വന്നതെന്ന് പറയും. അതൊട്ടും റിയലിസ്റ്റിക് അല്ലേ? റിയലിസ്റ്റിക്കാ. അല്ല ആ കണ്ണ് ഇച്ചിരി ഒരു ഇനി അടുത്ത പ്രോഡക്റ്റ് കൊണ്ടുവരുന്നത് ഞാൻ റേറ്റ് ചെയ്തില്ല. ഞാൻ റേറ്റ് ചെയ്യും. Next is- എന്നാടാ? എന്റെ പ്രോഡക്റ്റും ഇതും തമ്മിൽ വളരെ സാദൃശ്യമാണ്. അതെ, ആദർശിനെ പോലെ അല്ലേ? ഇതല്ല എന്റെ പ്രോഡക്റ്റ്. മൂത്രമായിരിക്കും അല്ലേ? ഇല്ലില്ല, അതും മേലെ. കാണിച്ചു തരാം. ബാ. വേണ്ടടാ. അപ്പൊ guys, എങ്ങോട്ടാ? പോടാ, വൃത്തികെട്ടവൻ. ഇങ്ങോട്ടാ. പോയിട്ട് വാ, പോയിട്ട് വാ. ഇതും ഇവന്റെ പ്രൊഡക്റ്റായിട്ട് നല്ല സാധനമാണ്. നല്ല ചക്കക്കുരു വാങ്ങി കടുകൊക്കെ കഴിച്ചേ. ഇതിനും വൃത്തിയുള്ളത് ഞാൻ കാണിച്ചു തരാം. വാടാ മക്കളെ. എടാ വാടാ. ചെന്നോ? കണ്ടോ ഇവൻ എന്നെ കേട്ടോ. ഞാൻ ഇന്ന് കഴിച്ചത് ബാർബിക്യൂ പൊറോട്ടയാ. നിനക്ക് കാണാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ കഴിച്ചത്. നീ വാ. ചക്കക്കുരു വാങ്ങിയായിരുന്നു ഇവന്റെ ഫേവറേറ്റ്. അവൻ പോന്നു. ഇനി നിന്റെ അല്ല. ഞാൻ ഇന്ന് കഴിച്ചത് ഫേവറേറ്റ് പിസ്സ. വാ ഞാൻ വന്നോളാം. എന്തിനാ ഇങ്ങനെ ഇതാക്കി? ഇങ്ങ് വാ മക്കളെ. ഒന്നും ഇത് അനങ്ങുന്നില്ല. അടക്കണം. ഇങ്ങ് വാ. ഇരുട്ടത്തിന് നിങ്ങളെ ഭയപ്പെടണ്ട. കറണ്ട് പോയാലും ക്ലോസറ്റ് കത്തും. എടാ കക്കൂസിന് വെള്ളം എന്നാ നോക്ക്. പച്ചയ്ക്ക് പച്ച, ചുമലക്ക് ചുമല, നീലക്ക് നീല, വെള്ളക്ക് വെള്ള. ഞാൻ മുള്ളി കഴിയുമ്പോ ഇങ്ങനെ മിന്നിക്കാൻ പറ്റുമോ? നീ മുള്ളി കഴിയുമ്പോ ഉറുമ്പ് വരും. കാരണം നിനക്ക് ഷുഗർ പ്രായമായി. ആണല്ലേ? ഇതെന്നടാ ദേവലോകം. അവിടെ ഒന്ന് ഇരുന്ന് കാണിച്ചു. അവിടെ വെള്ളമാ വെള്ളം. അത് കുഴപ്പമില്ല. വെള്ളം വിശാഖം നക്കി തുടച്ചാൽ ഞാൻ ഇരിക്കാം. അതെ കളർ മതി കളർ അല്ല. ഈ ഒരു ഉപകാരമുണ്ട് പക്ഷെ ഉണ്ട്. ആ ഇത് എത്ര മണിക്കൂർ ചാർജ് ചെയ്യും? ഇത് ഒരു മാസത്തിൽ കൂടുതൽ നിൽക്കും. നമ്മൾ ഇൻ കേസ് മുള്ളുന്നു. മുള്ളുന്നു. അപ്പൊ ഇതിന്റെ സൈഡിലെല്ലാം പോയി ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നു. ഏത് സൈഡില് അതിന്റെ അത് പിടിപ്പിക്കുന്ന എങ്ങനെ കണ്ടില്ലേ? എന്റെ സിസ്റ്റം മൊത്തം വെളിയിലും മറ്റൊരു എക്സ്റ്റൻഡഡ് ആം ഉണ്ട്. അത് മാത്രമേ ലൈറ്റ് മാത്രമേ അകത്തുള്ളൂ. അപ്പൊ ഇത് കഴുകണമെങ്കിലോ എന്നാ? വാശി ഇത് പിന്നെ റീചാർജ് ചെയ്തിട്ട് ഇതൊന്ന് അവിടുന്ന് എടുക്കണം. റീചാർജ് ചെയ്യണം. അത് ആ വെളിയിലത്തെ കൂടിയില്ല. 2 ബാറ്ററി സെല്ലിട്ടാ സാധാരണ. അപ്പൊ ഈ ലൈറ്റ് എവിടെയാ? ലൈറ്റ് ഇതിന്റെ അകത്ത്. അകത്തുണ്ടല്ലേ? ആ നല്ല പ്രൊഡക്റ്റ് അല്ലേ? ആരും ഉണ്ടാക്കിയാന്ന് പറഞ്ഞാലും ഉപകാരമുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഉപകാരമുള്ള പ്രൊഡക്റ്റാ. കോമഡി സാധനം അല്ല. അതായത് രാത്രി നമ്മള് ബെഡിൽ എഴുന്നേക്കുന്നു, ഫുള്ള് ലൈറ്റ് ഓൺ ആക്കി ആ ഉറക്കത്തെ ബ്രേക്ക് ചെയ്തിട്ടാ നമ്മള് പോയി. അത് ഇതങ്ങനെയാണ്. നിന്റെ പ്രൊഡക്റ്റിനെ പറ്റിയിരുന്ന വെള്ളമാ. കുഴപ്പമില്ലല്ലോ. ഇങ്ങനെയല്ല, അത് കുഴപ്പമില്ലല്ലോ. ആ പ്രൊഡക്റ്റ് കൈ കൊണ്ട് എടുക്കാൻ പറ്റാത്തോണ്ടല്ലേ ഞാൻ അവിടെ കൊണ്ട് വെച്ച് കാണിച്ചത്. അതേ പോയി തൂണ്ടി മൂത്രം കയ്യെ പറ്റിക്ക് ആ, ഞാൻ. ഇതാണ് ഞാൻ ചോദിച്ചത് ചോദ്യത്തിന്റെ ഉത്തരം. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. ക്ലോസറ്റ് നീ അപ്പി ഇടുന്നു, ഫ്ലഷിന്റെ ബട്ടൺ ഞെക്കുന്നു, പോരുന്നു. അല്ലാതെ അപ്പി പോകുന്നുണ്ടോന്നറിയാം. ആ ഫ്ലഷ് വെള്ളത്തിനകത്തോട്ട് കൈ ഇട്ടിട്ട് തോണ്ടി നോക്കാറുണ്ടോ? ഞാൻ നോക്കാറില്ല. ഇല്ല. പിന്നെ അത് ലൈറ്റ് കത്തുന്നോണ്ട് വെളിച്ചം കിട്ടുന്നോണ്ട് പിന്നെ നീ എന്തിനാണ് ലൈറ്റ് പോയി തോണ്ടി നോക്കുന്നത്? അത് അറിയണ്ടേ നമുക്ക്? കണ്ടെത്താൻ അറിഞ്ഞപ്പോൾ അതുകൊണ്ട് തന്നെ എന്റെ മുഖത്ത് വെക്കുന്നത്. നല്ല പ്രോഡക്റ്റാന്ന് കണ്ണുകളിലേ ഞാൻ പച്ചടിച്ചെന്ന്. ബാത്റൂം ദേവലോകം. നല്ല പ്രൊഡക്റ്റാ. കണ്ണുകളി ഞാൻ പറ്റിയ അല്ല ഒരു വാക്കും ഉണ്ടായിരിക്കുന്നില്ല. ഒരു പ്രൊഡക്റ്റ് ഡയലോഗ് പറയുന്നവർക്ക് കേട്ടു. അപ്പൊ അടുത്ത എപ്പിസോഡിൽ വിശാഖ് വന്നാ വീണ്ടും കണ്ടുമുട്ടാന്നുള്ള ശുഭവിശ്വാസത്തോടെ ഞങ്ങൾ വിടവാങ്ങുന്നു. ഞങ്ങളെ കണ്ടില്ലെങ്കിൽ ഏക കാരണം അങ്ങനെ ഉണ്ടാകത്തില്ല. അതായത് എപ്പിസോഡ് ഉണ്ടാകും. ഇപ്പളേ പറഞ്ഞു അങ്ങനെ ഉണ്ടാകും. അങ്ങനെ വരാറില്ലെന്ന് പറഞ്ഞത്. കഴിഞ്ഞു കഴിഞ്ഞു. എപ്പിസോഡ് കഴിഞ്ഞു ഗൈസ്. ടാറ്റാ. Name എന്തിനാണ് കേറി കിടന്നതെന്ന് എനിക്ക് മനസ്സിലായി. നേം അടി കിടക്കുന്നു, നീ അപ്പി ഇടുന്നു, അല്ല, സിബ് അപ്പി അവിടെ ചെല്ലുന്നു, നീ സിബ് അടക്കാൻ നേം പറയുന്നു. ആ. എന്നാ ഇവിടെ സംഭവിക്കുന്നത്? എനിക്കറിയില്ല. ഇവിടെ എന്നെ ഷൂട്ട് ചെയ്ത് ഇത് ഒറ്റയാണോ? ആദർശിന് ഒരു പ്രിയ കൂട്ടുകാരനുണ്ടായിരുന്നു. ഇയാളുടെ സ്വഭാവം എന്ന് പറയുന്നത് നമ്മളെ എന്തൊക്കെയാലും പറഞ്ഞു ഏ